സദസ്സിന് വന്ദനം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വികാരിയച്ച, സിസ്റ്റേഴ്സ്, അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ആദ്യമായി എല്ലാവർക്കും സ്വർഗാരോഹണ തിരുനാളിന്റെ മംഗളങ്ങളും സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകളും നേരുന്നു. ഓഗസ്റ്റ് 15 ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനം. ഒപ്പം നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോഹണ തിരുനാളും. 1947 ഓഗസ്റ്റ് 14 ബ്രിട്ടീഷുകാർ നമ്മുടെ മുൻപിൽ അടിയറ വെച്ച സ്വാതന്ത്ര്യം. അതെ, അനേക വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമായി നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യമാണ് നാം ഇന്ന് ആസ്വദിക്കുന്നത്. സ്വതന്ത്ര ഭാരതം അതിന്റെ 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ ദിനം നമുക്ക് പ്രത്യാശയുടെയും അഭിമാനത്തിന്റെയും ഒരു ദിനം കൂടിയാണ്. നമ്മുടെ എല്ലാവരുടെയും അമ്മയായ പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഒരു പുണ്യദിനം കൂടിയാണ് ഇന്ന്. ഓരോ തിരുനാളുകളും അനുസ്മരിക്കുമ്പോഴും അത് ആഘോഷിക്കുവാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കൂടിയുള്ളതാണെന്ന് ഓരോ വിശ്വാസികളും ഓർക്കണം. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ വർഷമായി ആചരിക്കുന്ന ഈ വേളയിൽ പരിശുദ്ധ കന്യകാമാതാവിന്റെ തിരുനാളിന് ഏറെ ചൈതന്യമാണ്. പരിശുദ്ധ കന്യകാമറിയം തന്റെ ഉടലോടും ആത്മാവോടും കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് ഈ തിരുനാൾ പ്രഖ്യാപിക്കുന്നു. മറിയത്തിന്റെ ജീവിത രഹസ്യങ്ങളും രക്ഷാകര ദൗത്യത്തിലുള്ള അമ്മയുടെ പങ്കും അടയാളപ്പെടുത്തുന്നവയാണ് ഓരോ തിരുനാളുകളും. ദേവകുമാരന് ജീവൻ നൽകിയ ശരീരം അറുക്കുന്നത് ശരിയല്ലാത്തതിനാൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോഹണത്തോടുകൂടി മറിയത്തിലുള്ള ദൈവത്തിന്റെ പദ്ധതികൾ പൂർണ്ണമായി. ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ മറിയത്തോടൊപ്പം താങ്ങും തണലുമാകുന്ന വിശുദ്ധ യൗസേപ്പ് പിതാവ്. ആവിലായിലെ വിശുദ്ധ അമ്മ തെരേസ പറയുന്നു, വിശുദ്ധ യൗസേപ്പ് പിതാവും മാതാവും കൂടെയുണ്ടെങ്കിൽ ജീവിതം ഒരിക്കലും തീരാത്ത വസന്തമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു, ലോകത്തിൽ അഴിച്ചുവിട്ട തിന്മയുടെ ഉറവിടം ആദവും ഹവ്വയുമാണെങ്കിലും ഭൂമിയിൽ ഉടനീളം വ്യാപിക്കുന്ന കൊടുമുടികളാണ് ജോസഫും മറിയവും. ദുരിതത്തിന്റെയും ക്ഷാമത്തിന്റെയും മഹാമാരിയുടെയും ഈ കാലത്ത് ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച് ജീവിക്കുവാൻ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും മാതാവിന്റെയും മാധ്യസ്ഥവും മാതൃകയും നമുക്ക് പിൻചെല്ലാം. ഒരിക്കൽ കൂടി